നമ്മുടെ നാഗറാണിയിൽ അങ്ങനെ പൂർവി എന്ന നാഗകന്യകയെ പിടികൂടാനായിട്ട് മഹാപാമ്പാട്ടിയെ ഇറക്കിയിരിക്കുകയാണ്. ഇനി മകടി ഊതി എന്തായാലും നാഗകന്യകയെ പിടികൂടും. കഥ ഇനി ഉഗ്രൻ ലെവലിലോട്ടാണ് പോകാൻ പോകുന്നത്. ബ്ലഡ് വെഡിങ്, രക്ത കല്യാണം വരാൻ പോവാണ് ഉടനെ തന്നെ. വമ്പൻ ട്വിസ്റ്റുകളാണ്. പൂർവിക്ക് ആര്യമിന്റെ അടുത്ത് കട്ട പ്രേമമായി കഴിഞ്ഞു. പക്ഷെ ആര്യമിന് എന്തായാലും പൂർവ്വി ഇഷ്ടപ്പെടില്ലെന്ന് തന്നെയാണ് പൂർവ്വി കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് വേറെ ലെവലാണ് മക്കളെ, വെറിത്തനമാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ റോമ ഇച്ഛാധാരി നാഗകന്യകകളെ കുറിച്ചിട്ടുള്ള സകല രഹസ്യങ്ങളും ആര്യമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂർവിയും അനന്തയെല്ലാം കല്യാണത്തിന് റെഡി ആവുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെക്കാൾ വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂരി ഫാമിലി ഫുള്ള് ഫേക്ക് ആണെന്നുള്ള കാര്യം അനന്തയുടെയും പൂർവിയുടെയും അച്ഛൻ മനസ്സിലാക്കാണ്. വമ്പൻ ട്വിസ്റ്റുകൾ വരാനിരിക്കുന്ന TV-യിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റുകളാണ്. മെയ് 13-ാം തീയതിയിലെ ഇന്നത്തെ എപ്പിസോഡ് 13-ന്റെ റിവ്യൂലോട്ട് പോകാം. നാഗകന്യക 7 അല്ലെങ്കിൽ നാഗറാണിയുടെ. സോ വെൽക്കം ബാക്ക് ടു മൂളറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ നാഗകന്യകയുടെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മറക്കാണ്ട് ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഭരണി റോമയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആര്യമിന്റെ അടുത്ത് വരുവാണല്ലോ. എന്നിട്ട് ഇന്നത്തെ സെഗ്മെന്റ് ഞാൻ ചെയ്യില്ല, നീ തന്നെ ഇന്നത്തെ സെഗ്മെന്റ് ചെയ്യണം. എന്താണ് സെഗ്മെന്റ്? അത് ഇച്ഛാധാരി നാഗകന്യകയെ കുറിച്ചിട്ടുള്ളതാണ്. പണ്ട് കാലത്ത് ഒരു കുലം ഉണ്ടായിരുന്നു, അനന്തകുലം. അവർക്കായിട്ട് ഒരു നാഗമാണിക്യം ഉണ്ടെന്നും പറയപ്പെട്ടിരുന്നു. ഈ നാഗങ്ങൾ 100 വർഷം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് ഇച്ഛാധാരി ശക്തി കിട്ടുന്നത്. ഇച്ഛാധാരി ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ വേഗതയും അവരുടെ സ്കിന്നെല്ലാം തന്നെ മാറി അതിമനോഹരിയായി. ജന്മനാ ഇച്ഛാധാര ശക്തികളുള്ളവർ അതീവ സുന്ദരിയായിരിക്കും. ഈ നാഗകന്യക കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും തീണ്ടുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചു പോകും. പക്ഷെ നാഗകന്യകയുടെ നട്ടലിനാരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ, ഒരു അപഹരം ഏറ്റുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ മരിക്കും. പിന്നെ പക വീട്ടാനായിട്ട് എപ്പോഴും നാഗകന്യക തിരിച്ചു വരും. നാഗമാണിക്യം എപ്പോഴും അനന്ത നാഗകന്യകയുടെ കയ്യിലാണ് ഉള്ളത്. നാഗമാണിക്യം ഒരു സംരക്ഷണമാണ്. പിന്നെ നാഗങ്ങൾക്ക് ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞ ഒരു അതിരാണ്. അതായത് ഈ നല്ലതിൻ്റെയും കെട്ടതിൻ്റെയും നടുവിലെ ഒരു അതിരാണ് ഈ പറയുന്ന നാഗമാണിക്യം. പല രൂപത്തിൽ നാഗങ്ങൾക്ക് മാറാൻ പറ്റും എന്നെല്ലാം എന്ത് ചെയ്യുവാണ് ഈ പറയുന്ന ഭരണി പറഞ്ഞു കൊടുക്കുകയാണ് ആര്യമിൻ്റെ അടുത്ത്. അപ്പൊ ആര്യമിന് ഈ കഥയെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ട്, നീ ഈ പറയുന്നതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടണമെന്നാണ്. ഞാൻ ഇതൊന്നും ഇടാൻ പോകുന്നില്ല. ഇവരൊക്കെ എന്താ സൂപ്പർ ഹീറോസ് ആണ്? അല്ല 100 വർഷത്തെ കഥയൊക്കെ പറഞ്ഞല്ലോ. ഈ 100 വർഷം കഴിയുമ്പോൾ അവർ റിട്ടയർഡ് ആവോ? അപ്പോഴത്തേക്കും ഈ റോമ പറയുവാണ്, ഇല്ല, അവർക്ക് 100 വർഷം കഴിഞ്ഞാലും പ്രായം ആവില്ല, അവർ എക്സ്പീരിയൻസ്ഡ് ആവും. 100 വർഷം കഴിഞ്ഞ നാഗവും നാഗകന്യകയൊക്കെ അവര് മഹാശേഷനാഗനെന്നും അതുപോലെ തന്നെ മഹാശേഷനാഗരാജാവെന്നും മഹാനാഗരാജ് എന്നും ഒക്കെ അവർ അറിയപ്പെടും. അവർക്ക് ശക്തികൾ കൂടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇന്ന് 25 ജന്മനാ ഇച്ഛാധാരി നാഗകന്യകയായിട്ട് പിറന്നവർ അവരുടെ 25-ാം ജന്മദിനത്തിലാണ് അവരുടെ പവേഴ്സ് എല്ലാം തന്നെ നേടുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ പൂർവി ആര്യമിന്റെ തൊട്ടടുത്ത് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ശരിക്കും പൂർവി കേൾക്കാൻ വേണ്ടിയിട്ടും പൂർവി ആദ്യമായിട്ട് നാഗകന്യകയാകുമ്പോൾ അവർക്ക് യാതൊരു രീതിയിലുള്ള ഡൗട്ടും പാടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സീന് അവിടെ റോമ വന്ന് ആര്യമിന്റെ അടുത്ത് പറയുന്നത്. പൂർവി കേൾക്കാൻ വേണ്ടിയിട്ട്. റോമ യഥാർത്ഥത്തിൽ ഭരണിയാണ്, മറക്കല്ലേ. എന്നിട്ട് ഈ ഭരണി പറയുവാണ്, ഞാൻ കേട്ടിട്ടുള്ളത് അടുത്ത 60 മണിക്കൂറിനുള്ളിൽ ഒരു ആള് ഇവിടെ എവിടെയോ നാഗകന്യകയായിട്ട് മാറും എന്നാണ്. മാത്രമല്ല സ്കിന്നൊക്കെ മാറി തുടങ്ങും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആര്യമൻ നോക്കുമ്പോൾ പൂർവിയുടെ കൈ പൊള്ളിയിരിക്കുന്നു, കാരണം ചായ വീണിട്ടേ. അപ്പോഴത്തേക്കും ഉടനെ ആര്യമൻ, ഇവളുടെ സ്കിന്ന് മാറി, അതിനർത്ഥം ഇവള് നാഗിനിയാണെന്നാണ്. അപ്പൊ പൂർവി പറഞ്ഞ, അല്ല സാർ, ഇത് ചായ വീണതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ റോമ പൂർവിയുടെ അടുത്ത് എന്നിട്ട് പൂർവി ബാക്കി എല്ലാവരും പണി നോക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂർവിയുടെ ടേബിളിന്റെ അടുത്തോട്ട് പോകുമ്പോൾ റോമ അങ്ങോട്ട് വന്നിട്ട് പറയണം, നീ വീട്ടിൽ പോ, നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, നീ വീട്ടിൽ പോ. പിന്നെ ഈ ശിവലിംഗം നീ വെച്ചോ, മറ്റേ ശിവലിംഗം ഇല്ല ഇന്നലത്തെ എപ്പിസോഡിലെ ശിവലിംഗം, ആ ശിവലിംഗം നീ വെച്ചോ, ഇതെനിക്ക് ഒരാൾ തന്നതാണ്, എനിക്ക് പൂജ ചെയ്യാനൊന്നും നേരമില്ല, നീ വെച്ച് പൂജയൊക്കെ ചെയ്തോ, നിന്നെ രക്ഷിക്കട്ടെ. പിന്നെ ഒരു കാര്യം, നിനക്ക് ആര്യമിനെ ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടമൊന്നും വേണ്ട, ഞാനും ആര്യമിനെ വിവാഹം കഴിക്കാൻ പോവാണ്, അറിയാമല്ലോ. അയ്യോ, എനിക്ക് എങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ബോസ് അല്ലേ, അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്നിങ്ങനെ പറയണം. ഇതേ സമയം നമ്മുടെ ഒറിജിനൽ റോമയെ വാഷ്റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവള് ഇതിന്റെ ഫോണും എടുത്തില്ലല്ലോ, ഞാൻ എങ്ങനെ പുറത്ത് വരും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഭരണി നേരെ വാഷ്റൂമിൽ പോയിട്ട് ഭരണിയുടെ രൂപത്തിലോട്ട് വരുവാണ്. എന്നിട്ട് മറ്റവളെ തുറന്നു വിടുന്നുണ്ടായിരിക്കും, ഇത് കാണിക്കില്ലേ. കുറച്ച് കഴിഞ്ഞ് അനന്തയുടെ വീടാണ് കാണിക്കുന്നത്. അനന്തയുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണ തിരക്കാണ്. അവരെ വിളിക്കുന്നതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അമ്മ അനന്തയും പൂർവിയും കൂടെ ഡ്രസ്സും സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കുന്നു. അച്ഛൻ എല്ലാത്തിനും പൈസ കൊടുക്കുന്നു. അപ്പം മൊത്തം കല്യാണ തിരക്ക്. അപ്പം അവിടെ ആരോ വന്ന് ബെല്ലടിക്കുകയാണ്.
ബെല്ലടിക്കുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഗിഫ്റ്റുകളും ഇൻവിറ്റേഷൻ കാർഡുകളും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന്. ഇതേ സമയം നമ്മുടെ ഒറിജിനൽ റോമ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആര്യമാ എനിക്കിന്ന് വരാൻ പറ്റിയില്ല, എന്നെ ആര് വാഷ്റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഞാൻ അതാ പറയാം സോറി എനിക്കൊന്ന് ന്യൂസ് വായിക്കാൻ പറ്റില്ല. അപ്പൊ ആര്യമൻ നീ അതിന് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാനിവിടെ ഇല്ല, ഞാനിവിടെ ഇല്ല, അതിനെ പൂട്ടിയിട്ടിരിക്കല്ലോ. എൻ്റെ പൊന്ന് റോമേ നീ വല്ലതും അടിച്ച് കിളിയായിട്ടിരിക്കുകയായിരിക്കും. ഹേ ഗായ്സ് എല്ലാവരും പറയും ഇവിടെ ഇല്ലായിരുന്നു, അതേ ഉണ്ടായിരുന്നു. ഇതാ പറയുന്നത് അടിക്കുമ്പോൾ കൂടിയ ബ്രാൻഡും ഒക്കെ അടിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലായപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ റോമ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. പിന്നീട് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം അനന്തയുടെ വീട്ടിലോട്ട് വന്നല്ലോ. അപ്പൊ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് ഗുരീന്ദർ അച്ഛൻ വായിക്കുകയാണ്, അനന്ത വേർഡ്സ് രവീഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കുമാണ് കുടുംബക്കാരുടെ പേര്. അച്ഛൻ പരമീത് സൂരി, അത് ഇളയച്ഛൻ ബൽജീത്ത് സൂരി, അതുപോലെ വല്യമ്മ ഇളയമ്മ നമ്മുടെ ഡിംപിൾ സൂരി, അച്ഛൻ്റെ സഹോദരി പമ്മി സൂരി. അപ്പൊ ഈ പേര് നാലും വായിച്ചിട്ട് പരമീത് സൂരി, ബൽജിത്ത് സൂരി, ഡിംപിൾ സൂരി, പമ്മി സൂരി, ഇത് പണ്ടത്തെ മറ്റേ ഫാമിലി പണ്ടത്തെ സൂരി ഫാമിലിയുടെ അതേ പേരുകൾ, ഇവർക്കും അതേ പേരുകൾ എന്നിങ്ങനെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇത് ശാലിനിയുടെ അടുത്ത് പറയാണ് ഇത് അതേ പേരുകളാണ് എന്നിങ്ങനെ പറഞ്ഞ അതോടൊപ്പം തന്നെ ഒരു ഫ്ലാഷ് ബാക്കും ആലോചിക്കുകയാണ്. വീണ്ടും മറ്റേ ഇന്നലെ താലത്തിൽ പേരെഴുതിയിരുന്നില്ലേ, അതുപോലെ ഒരു ഗ്ലാസ്സിൽ പേരെഴുതിയിട്ടുള്ളത് ഒരു സീന്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പേരെഴുതുന്നതെന്ന് ഗുരീന്ദർ ചോദിക്കുമ്പോൾ അത് നമ്മുടെ സാധനങ്ങളൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ തലമുറയും ഇത് തന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്ന ഒരു സീന്. അത് കാണിച്ചിട്ട് ശാലിനി അടുത്ത് പറയാണ് എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല, പണ്ടത്തെ നമ്മുടെ സൂരി ഫാമിലിയിലെ നമ്മുടെ അയൽക്കാര് അവരുടെ അതേ പേരാണ്. അപ്പൊ ശാലിനി ഒക്കെയാണ് നിങ്ങൾക്ക് മാത്രമേ ഗുരീന്ദർ എന്ന് പേരുള്ളൂ, എല്ലാവർക്കും ഇല്ലേ? അയ്യോ ഇത് അതുപോലെയല്ല, ആ പ്ലേറ്റും ആ വീട്ടിലുണ്ടായിരുന്ന പ്ലേറ്റും നമ്മൾ ഈ വീട്ടിൽ കണ്ടില്ലേ, അന്നത്തെ ന്യൂസ് ചാനൽസിലൊക്കെ നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് ആരൊക്കെയോ ശത്രുക്കൾ കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് സൂരി ഫാമിലിയെ കാണാതായി, അവർ മരിച്ചെന്നോ കൊല്ലപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതേ പേരുള്ള ആൾക്കാർ പൊങ്ങി വന്നിരിക്കുന്നു. ഇതെങ്ങനെ വന്നു? ഇനി 24 വർഷം മുമ്പ് ഇവരായിരിക്കോ സ്പൈ ആയിട്ട് വന്ന് അവരെല്ലാം കൊന്നിട്ട് അവരുടെ പേരും ഐഡന്റിറ്റിയൊക്കെ സ്വീകരിച്ചുകൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും കോയിൻസിഡൻസ് അല്ല എന്നിങ്ങനെ ഗുരീന്ദർ കണ്ടുപിടിക്കുകയാണ്. ഗുരീന്ദർ പറയുന്നതാണ് സത്യം. അപ്പൊ ശാലിനി പറയാണ് നിങ്ങൾ ഈ ക്രൈം സ്റ്റോറി കാണുന്നതൊക്കെ നിർത്തിയിട്ട് വല്ല കോമഡി സീരിയലും കാണാനാണ് നിങ്ങൾക്ക് നല്ലത് എന്നിങ്ങനെ പറയുന്നു. പിന്നീട് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ, അതായത് രവീഷിന്റെയും കരന്റെയും റൂമിൽ കുറേ ഷർവാണികളെല്ലാം കൊണ്ട് ഇങ്ങനെ നിരത്തിയിടുന്നു. അപ്പൊ ആര്യമ്മ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഇല്ലേ, ഇത്രയും ഡ്രസ്സൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ പരമീതും ബൽജീത്തും അങ്ങോട്ട് കയറി വരികയാണ്. അപ്പൊ ആര്യമ്മൻ അച്ഛാ പെട്ടെന്ന് എന്താ അച്ഛന് മനം മാറ്റം, അച്ഛൻ അങ്ങനെ സമ്മതിച്ചു അനന്തയുടെയും രവീഷിന്റെയും കല്യാണത്തിന്? അപ്പൊ പരമീത് രവീഷിന്റെ അടുത്ത് പോയി പറയണം നീ ഒറ്റൊരുത്തം കാരണമാണ്. എടാ അർജുൻ നീയും കള്ളം പറഞ്ഞല്ലേ, നീ ഇവന്റെ കൂടെയാണല്ലേ നിന്നത്, ഇവനെ മിനിസ്റ്ററുടെ വൈഫിന്റെ അടുത്ത് മറ്റത് ഇവന് വേറെ ഒരു പെണ്ണുങ്ങളെയും കിട്ടിയില്ല, എന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ തന്നെ കിട്ടിയോളാം. അനന്ത കൃത്യസമയത്തോടെ കയറി വന്നുകൊണ്ട് രക്ഷപ്പെട്ട്. ആര്യമാ നീ ഇവന്റെ കൂടെ നിൽക്കരുത്, ഇവന് മേയാൻ വേണ്ടി കിട്ടിയത് എന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ, അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ആകെ മൊത്തം പ്രശ്നമായേനെ, നീ മര്യാദയ്ക്ക് അനന്തയെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിച്ചോണം കേട്ടല്ലോ എന്നിങ്ങനെ പരമീത് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഉടനെ രവീഷ് ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും പറയണ്ട, എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത് നിന്റെ പെണ്ണുങ്ങളായിട്ടുള്ള കെമിസ്ട്രി ബയോളജിക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നിങ്ങനെ പറയുവാണ്. ഇതേ സമയം അനന്തയും പൂർവി ഇങ്ങനെ ആകാശത്ത് നോക്കി ജനലിൻ്റെ അടുത്തിരിക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. അപ്പൊ അനന്ത വന്നിട്ട് എല്ലാവരെയും വിളിക്കാനൊന്നും പറ്റിയില്ല, പെട്ടെന്നുണ്ടായ കല്യാണമല്ലേ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി പറഞ്ഞു, കല്യാണ സാരി എല്ലാം റെഡിയായി, പക്ഷേ വിചാരിച്ച പോലെയും നടന്നില്ലെങ്കിൽ എല്ലാം റെഡിയായി, ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പൂർവി പെട്ടെന്ന് ആലോചിക്കുന്നു, ആര്യമനെ ആലോചിക്കുകയാണ്. ഇന്ന് ഓഫീസിൽ വെച്ച് ആര്യമനും റോമയും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞില്ലേ അവരുടെ കല്യാണം ഉടനെ നടക്കുന്നു, ആ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറയേ എന്നിങ്ങനെ പൂർവിയുടെ അടുത്ത് അനന്ത് ചോദിക്കുകയാണ്. അപ്പോൾ പൂർവി പറഞ്ഞത് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ, അപ്പം ഞാൻ ആ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പൊന്നു പൂർവി ഞാൻ ചത്താലും നിന്നെ വിട്ട് പോകൂല പോരെ. അപ്പോഴത്തേക്കും പൂർവി ചോദിക്കുകയാണ് ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അവ പറയണം നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, നിന്റെ ഇതെല്ലാം മാറും, നിനക്ക് നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ നിനക്ക് എല്ലാം ശരിയാവും, നിന്നെ സ്നേഹിക്കുന്ന ആളെന്തായാലും ലക്കി ആയിരിക്കും, എൻ്റെ അനിയത്തിയല്ലേ കിട്ടാൻ പോകുന്നത് എന്നാണ് അനന്ത പറയണം. പൂർവി അനന്തയെ വിളിച്ചുകൊണ്ടൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി എന്നിട്ട് പറയണേ എൻ്റെ ഈ മുഖം കണ്ടിട്ട് എന്നെ ആരെങ്കിലും കെട്ടുമെന്ന് തോന്നുന്നു, എൻ്റെ മുഖത്ത് ഒത്തിരി കുറവുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അനന്ത പറയുകയാണ് അങ്ങനെ ഒരു കുറവും നിനക്കില്ല, നിനക്ക് തോന്നുകയാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരുടെ പ്രശ്നമാണ്, നിനക്ക് നല്ല സ്നേഹിക്കുന്ന ഒരാളെ തന്നെ കിട്ടുമെന്ന് പറയണം. അപ്പം ഇങ്ങനെ ആര്യവനെ കുറിച്ച് ആര് ചിന്തിക്കുകയാണ്? പൂർവി ചിന്തിക്കുകയാണ്. എന്നിട്ട് പൂർവി മനസ്സിൽ പറയുകയാണ് എനിക്ക് ആര്യവനെ ഇഷ്ടമാണ്, പക്ഷേ എന്നെ എന്തായാലും ആര്യവൻ സാറിന് ഇഷ്ടമാവില്ല, എനിക്ക് വൺ വേ പ്രേമമാണ് അങ്ങേരുടെ അടുത്തുള്ളത്, എൻ്റെ പ്രേമം നടത്തിയില്ലെങ്കിലും ഭഗവാനെ അയാളെങ്കിലും അയാളുടെ പ്രേമമെങ്കിലും നടത്തി കൊടുക്കണേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. ഇതേ സമയം ഉത്തരാമയും ഭരണിയും കൂടെ ക്ഷേത്രത്തിൽ നിൽക്കുവാണ്. ഭരണി പറയാണ് എന്തിനാ ഉത്തരാമ ഇന്ന് ഓഫീസിൽ വെച്ച് മറ്റേ ഞാൻ റോമയായിട്ട് ഇരുന്നപ്പോൾ റോമയും ആര്യവനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ള കാര്യം പറയാൻ പറഞ്ഞത് ആരടുത്ത്?
പൂർവീരെടുത്ത്. അപ്പോഴത്തേക്ക് ഉത്തരാമ പറയാണ് മനുഷ്യനെ പ്രണയിക്കാൻ പാടില്ല, പൂർവീരെ ലക്ഷണം കണ്ടിട്ട് അവൾ മനുഷ്യനെ പ്രണയിക്കാൻ തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ പ്രണയിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ മുൻപ് കാലത്ത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഉത്തരാമ എന്നിങ്ങനെ ഭരണി ചോദിക്കുകയാണ്. അപ്പൊ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശിവന്യെയും വൃത്തിക്കും നമ്മുടെ സീസൺ 1 പ്രണയിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു. സീസൺ 4 വൃന്ദയും ദേവും പ്രണയിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു. സീസൺ 5 ബാനിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീസൺ 6 പ്രതയെ കാണിക്കുന്നുണ്ട്. സീസൺ 2 ഷിക പ്രണയത്തിന് വേണ്ടി സഹോദരി ശിവന്യെ കൊന്നത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ട് അതെ, മുൻകാലങ്ങളിൽ ആരൊക്കെ മനുഷ്യരെ പ്രണയിച്ചിട്ടുണ്ട് അവരൊക്കെ പല പല രീതിയിൽ അനുഭവിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രണയം മനുഷ്യനോട് പാടില്ല നാഗകന്യകമാർക്ക് എന്നിങ്ങനെ പറയാണ്. ഇതേസമയം പൂർവി വീട്ടിൽ ഇരുന്നിട്ട് പ്രണയം തോന്നുന്ന തെറ്റൊന്നും അല്ലല്ലോ, അത് എനിക്ക് മനസ്സിലല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ സ്വന്തമായിട്ട് പറയാണ്. പിന്നീട് കാണിക്കുന്നത് പാർട്ടിയാണ്. അതായത് കല്യാണത്തിന്റെ ഓരോരോ പരിപാടീസ് ഒക്കെ തുടങ്ങി ഗുരീന്ദരും ഫാമിലിയും കൂടി കല്യാണ വീട്ടിലേക്ക് വരുവാണ്. കല്യാണ വീട് ചെറുക്കന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരെല്ലാവരും സ്വീകരിക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്നൊന്നും അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഗുരീന്ദരും ഫാമിലിയും പറയണം. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ എല്ലാം ഉണ്ടെന്ന് പരമീത് പറയുന്നു. അപ്പം എന്തായാലും കല്യാണം ഇവിടെ വെച്ചാണല്ലോ നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ല, ഇപ്പം ആരുടെ വീടാണോ വലുത് അവിടെ വെച്ചിട്ടാണ് മണ്ഡപമൊക്കെ ഇടുന്നത് എന്നൊക്കെ പരമീതൊക്കെ പറയുവാണ്. അപ്പൊ അല്ല, നിങ്ങളുടെ ഇളയ മോനും ഒക്കെ അവിടെ പോയത്, അത് പൂർവിയും രോഹനും എത്തിയിട്ടില്ല, എവിടെയാണെന്ന്. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുമെന്ന് പറയുന്നത്. ഇതേസമയം പൂർവി വീട്ടിൽ ഇരുന്ന് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാണ്, ഫോണൊക്കെ നോക്കിയിട്ട്. കാരണം ആര്യമ്മന്റെ അടുത്ത് പ്രണയമാണ്. അപ്പൊ ആര്യമ്മനെ കാണിക്കാനുള്ള ലുക്കില് ഒരുങ്ങുവാണ്, അടിപൊളിയായിട്ട് ഒരുങ്ങുന്നു. തള്ളിയ പല്ലക്കകത്തോട്ട് കയറ്റി വെക്കുന്നു, ഫൗണ്ടേഷൻ ഇടുന്നു, എല്ലാ ഫോൺ നോക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് രോഹൻ തട്ടി വിളിക്കുകയാണ്. ഇവൾ എപ്പോഴും നേരത്തെ വരുന്നതാണല്ലോ, ഇവള് പിന്നെ എന്താ താമസിക്കുന്നത്, എടി തുറക്കടി 2 മിനിറ്റ് എന്ന് പറഞ്ഞ് പൂർവി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പൂർവി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആഡ് വരുന്നു, പരസ്യം വരുന്നു ഫോണിൽ. അതായത് ആര്യമിന്റെയും റോമിയുടെയും കല്യാണം ഉടൻ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് കാണുമ്പോൾ വീണ്ടും പൂർവിക്ക് വിഷമം വരുന്നു. എന്നിട്ട് പൂർവി ഇങ്ങനെ തള്ളിയിരിക്കുന്ന പല്ലക്കകത്തോട്ട് കയറ്റി വെക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പാട്ടി അങ്ങോട്ട് വരികയാണ്. ബൽജീത്തും പരമീതും കൂടി നമസ്കാരം പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അകത്തോട്ട് കൊണ്ടുപോകുന്ന സമയം അവിടെ പൂർവിയും റെഡിയായി അങ്ങോട്ട് വരുന്നു. പൂർവി സൂര്യ വീട്ടിൽ കാല് ചവിട്ടുമ്പോൾ തന്നെ പാമ്പാട്ടിക്ക് ഇവിടെ ഏതോ ഒരു നാഗകന്യക വന്നെന്ന് ഇങ്ങനെ മനസ്സിലായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ആരാ ഇവിടെ ഉള്ള നാഗകന്യക എന്നിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ പൂർവി അവിടെ നിൽക്കണം. പൂർവിയെ കണ്ടോ ഇല്ലേ എന്തായാലും അടുത്ത എപ്പിസോഡിൽ പാമ്പാട്ടി കണ്ടുപിടിക്കും ആരാണ് നാഗകന്യക. അതാണ് നടക്കാൻ പോകുന്നത് മക്കളെ. തീപ്പൊരി സാധനമാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. അപ്പൊ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം, എക്സ്പ്ലനേഷനായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.